Hi all, welcome to this new session of Computer Organization and Architecture. We are currently dealing with the module 5, Modes of Data Transfer. So, previous lectures നമ്മൾ മോഡ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫറിലെ രണ്ട് മോഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ വാസ് പ്രോഗ്രാംഡ് IO ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് ഇൻട്രപ്റ്റ് ഡ്രിവൺ IO. നമ്മൾ ബേസിക്കലി ഈ സെഷനിൽ അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫറിൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് we have a system with a processor and memory. നമുക്കൊരു സിസ്റ്റം ഉണ്ട്, a processor along with the main memory, and on the other side we are having an external device which is called the input output device. നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, ലൈക്ക് പ്രിൻ്റർ, പെൻ ഡ്രൈവ്, CD-ROM, എവറിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ മെമ്മറി, ദാറ്റ് ഈസ് എ മെയിൻ മെമ്മറി ആക്സസ് ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ സോ കോൾഡ് പെരിഫറൽ ഡിവൈസസിന് സിസ്റ്റത്തിൻ്റെ മെമ്മറി ആക്സസ് ചെയ്യണം. സോ അതിന് ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ പ്രോസസ്സറിലേക്ക് എന്തെങ്കിലും പ്രോസസ്സറിൻ്റെ മെമ്മറിയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം. ഈ രണ്ട് ഓപ്പറേഷൻസാണ് പെർഫോം ചെയ്യുക. ഈ രണ്ട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ ആക്സസിങ് ഓഫ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ ചെയ്യാൻ നോക്കും. ഫസ്റ്റ് വൺ വാസ് പ്രോഗ്രാംഡ് IO. നമ്മൾ ഓൾറെഡി പറഞ്ഞു വരും. പ്രോഗ്രാംഡ് IOയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എവറിത്തിങ് വിൽ ബി റിട്ടേൺ ഇൻ ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാം പറയുന്നതനുസരിച്ചായിരിക്കും ദ സിസ്റ്റം ഓർ ദ പ്രോസസ്സർ വിൽ ബി ചെക്കിംഗ് വെദർ എ പർട്ടിക്കുലർ എക്സ്റ്റേണൽ ഡിവൈസ് ഈസ് ട്രൈയിങ് ടു ആക്സസ് ഓർ വെദർ ദർ ഈസ് എ റിക്വസ്റ്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ ഡിവൈസ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നുണ്ടാകും ഈ പോർട്ട് അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ ഡിവൈസ് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ചെക്ക് ചെയ്യുക. സപ്പോസ് ഈ പ്രോസസ്സർ ഇത് ചെക്ക് ചെയ്യുന്നത് ത്രൂ പ്രോഗ്രാമാണ് അത് ചെക്ക് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാംഡ് IOയുടെ കേസിൽ എവറിത്തിങ് ഈസ് റിട്ടൺ ഇൻ ദ പ്രോഗ്രാം. എപ്പോൾ ചെക്ക് ചെയ്യണം, ആ ഇൻ്റർവെലും ഒക്കെ സ്പെസിഫൈഡ് ആണ് ഇൻ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യുന്ന സീക്വൻസിലായിരിക്കും എക്സ്റ്റേണൽ ഡിവൈസസിനെ ആക്സസ് ചെയ്യുക. നമുക്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് മാത്രമല്ല ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. വി ഹാവ് നമ്പർ ഓഫ് എക്സ്റ്റേണൽ ഡിവൈസസ്. സോ അതിൽ ഓരോന്നിനെയും എപ്പോൾ ചെക്ക് ചെയ്യണം, അല്ല അത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്റ്റേണൽ ഡിവൈസസ് ഡാറ്റ ആക്സസിന് വേണ്ടി റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് പ്രോസസ്സറാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോഗ്രാം. സപ്പോസ് ഈ പ്രോഗ്രാം ത്രൂ ഇത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ ഈ എക്സ്റ്റേണൽ ഡിവൈസ് റെഡി ആയിരിക്കുക എന്ന് വിചാരിക്കുക. എക്സ്റ്റേണൽ ഡിവൈസ് ഈസ് റെഡി വേ ബിഫോർ ദ പ്രോഗ്രാം ഈസ് ട്രൈയിങ് ടു സീ വെദർ ഇറ്റ്സ് റെഡി ഓർ നോട്ട്. ആ കേസിൽ ദർ ബി ലോസ് ഓഫ് ഡാറ്റ അല്ലേ. അങ്ങനെ ഒരു ലോസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് പ്രോഗ്രാംഡ് IOയുടെ കേസിൽ. എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? പ്രോഗ്രാം ഒരു പർട്ടിക്കുലർ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് റിക്വസ്റ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ എക്സ്റ്റേണൽ ഡിവൈസ് റെഡി ആയിട്ടിരിക്കുകയാണ് ഫോർ സെൻഡിങ് എ പർട്ടിക്കുലർ പീസ് ഓഫ് ഇൻഫർമേഷൻ. അങ്ങനെയുള്ള കേസിൽ ദർ ബി ലോസ് ഓഫ് ഡാറ്റ. അത് മാത്രമല്ല, പ്രോഗ്രാംഡ് IOയുടെ കേസിൽ പ്രോസസ്സർ ഈസ് കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ഇൻ ദിസ്. അല്ല, പ്രോസസ്സർ കണ്ടിന്യൂസ്ലി ഇതിൽ ഇൻവോൾവ് ആണ്. ഏതിൽ? ഈ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സിൽ പ്രോസസ്സർ ഈസ് കണ്ടിന്യൂസ്ലി ഇൻവോൾവ്. ദർ വിൽ ബി വേസ്റ്റേജ് ഓഫ് ടൈം ഫ്രം ദ സൈഡ് ഓഫ് പ്രോസസ്സർ. ഇൻട്രപ്റ്റ് ഡ്രിവൺ IOയുടെ കേസിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു ഡിഫറൻസ്? പ്രോസസ്സർ ത്രൂ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യേണ്ട വെദർ എക്സ്റ്റേണൽ ഡിവൈസ് റിക്വസ്റ്റ് അയക്കുന്നുണ്ടോ, ആക്സസ് ചെയ്യാനത് ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രോസസ്സർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മറിച്ച് external device, whenever it is trying to access the memory, it will send an interrupt. അല്ലേ, ഒരു ഇൻട്രപ്റ്റ് സെൻഡ് ചെയ്യും പ്രോസസ്സറിലേക്ക്. അപ്പം പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം, ദറ്റ് ഈസ് ദ മെയിൻ പ്രോഗ്രാം പോസ് ചെയ്തിട്ട് അല്ലെ ഹോൾഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ പെർഫോം ദാറ്റ് പർട്ടിക്കുലർ സർവീസ് റുട്ടീൻ. ഒരു ഇൻട്രപ്റ്റ് വരുന്നത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ എക്സ്റ്റേണൽ ഡിവൈസ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ എക്സ്റ്റേണൽ ഡിവൈസ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് സെറ്റ് ചെയ്യുമ്പം നമ്മുടെ പ്രോസസ്സർ അത് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ പ്രോഗ്രാം വിൽ ഹോൾഡ് ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ പെർഫോം ദിസ് സബ് റൂട്ടീൻ ഓർ ദ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ആൻഡ് ദെൻ റിട്ടേൺ ബാക്ക് ടു ദ മെയിൻ പ്രോഗ്രാം ആൻഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ്സ് ഓർ കണ്ടിന്യൂസ്. സോ അതാണ് ഇൻട്രപ്റ്റ് ഡ്രിവൺ IOയുടെ കേസിൽ നടന്നത്. ഈ രണ്ട് കേസിലും ദർ ഈസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് CPU അല്ലെങ്കിൽ പ്രോസസ്സർ ഡ്യൂറിങ് ദ ഡാറ്റ ട്രാൻസ്ഫർ. കറക്റ്റ് അല്ലേ? ഈ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഡിവൈസിന് മെയിൻ മെമ്മറിയെ ആക്സസ് ചെയ്യണമെങ്കിൽ it requires a time and the performance of CPU അല്ലെങ്കിൽ പ്രോസസ്സർ. സോ ആ ഒരു കാര്യം, ഈ CPU-ൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ നമുക്ക് സാധ്യമാകുന്നത്. എങ്ങനെ?
സി പി യുവിനെ ഒരു കംപ്ലീറ്റ്ലി സി പി യുവിനെ മാറ്റി നിർത്തി ഉള്ള ഒരു പ്രോസസ്സ് അല്ല ഡി എം എ. അറ്റ് ദ സെയിം ടൈം സി പി യുവിൻ്റെ ടൈം ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദിസ് മോഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ, ഡയറക്റ്റ് മെമ്മറി ആക്സസിലുള്ള സി പി യുവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വിൽ ബി വെരി ലെസ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് the other two modes of data transfer, that is program drive and interrupt drive. ഇനി ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ ആ വാക്കിൽ തന്നെ ഉണ്ട്, ഡയറക്റ്റ്ലി മെമ്മറി ആക്സസ് ചെയ്യുക. ആര്? എക്സ്റ്റേണൽ ഡിവൈസ് മെയിൻ മെമ്മറി ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യുക വിത്തൗട്ട് മച്ച് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സി പി യു. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അത് അല്ലെങ്കിൽ ഡി എം എ ട്രാൻസ്ഫർ മോഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ പറയുന്ന സമയത്ത് there will be an involvement of a special circuitry called DMA controller. DMA controller will come into picture. എന്തായിരിക്കും ആക്ച്വലി നടക്കുന്നത് നോക്കാം. See, this is the processor, we have the memory, we have the DMA controller, and this straight line is called the processor bus. ഈ DMA controllerലേക്ക് through the input output port several external devices are being connected. അല്ലേ, കുറേ external devices കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റേണൽ ഡിവൈസ് എന്താ ചെയ്യാൻ നോക്കുന്നത്? ഈ മെയിൻ മെമ്മറി ആക്സസ് ചെയ്യണം ഈ എക്സ്റ്റേണൽ ഡിവൈസസിന്. അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പം ഒരു പർട്ടിക്കുലർ എക്സ്റ്റേണൽ ഡിവൈസ് ഒരു റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ, ഏത് മെമ്മറിയെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ എക്സ്റ്റേണൽ ഡിവൈസ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണ് ഡി എം എ കൺട്രോളറിലേക്ക്. ഡി എം എ കൺട്രോളർ ആ റിക്വസ്റ്റ് എവിടേക്ക് സെൻഡ് ചെയ്യും? പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യും. ക്ലിയർ? ഒന്നുകൂടെ പറയാം. എക്സ്റ്റേണൽ ഡിവൈസ് ഇസ് ട്രൈങ് ടു ആക്സസ് ദ മെയിൻ മെമ്മറി, സോ ഇറ്റ് വിൽ സെൻഡ് എ റിക്വസ്റ്റ് ടു ഡി എം എ കൺട്രോളർ. ഡി എം എ കൺട്രോളറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കും. ഡി എം എ കൺട്രോളർ വിൽ ഇൻഫോം ദിസ് റിക്വസ്റ്റ് ടു ദ മൈക്രോ പ്രോസസർ. ഫൈൻ. മൈക്രോ പ്രോസസർ ഉടനെ ഇറ്റ് വിൽ സ്റ്റോപ്പ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ദി ബസ്. ഈ ബസ്സിലുള്ള ഈ വരച്ചിരിക്കുന്ന ഈ സ്ട്രേറ്റ് ലൈൻ, ദാറ്റ് ഇസ് ദ ബസ്. ഈ ബസ്സിലുള്ള കൺട്രോൾ പ്രോസസ്സർ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് നൗ the DMA controller will take the control of this bus. Processor മാറിയാൽ processor will stop all its control over the bus, and now the DMA controller will have the control over the processor bus. Okay. അപ്പം control over the processor bus എന്ന് പറയുമ്പോൾ, in other words we can say that now DMA controller is the master. എപ്പോഴും ബസ്സിന് there has to be a master. So now the bus master is the DMA controller. എപ്പോഴാണ് DMA controller റിക്വസ്റ്റ് എക്സ്റ്റേണൽ ഡിവൈസ് റിക്വസ്റ്റ് അയച്ച് കഴിയുമ്പോൾ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. പ്രോസസ്സർ വിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡിസേബിൾ ഇറ്റ്സ് കൺട്രോൾ ഓവർ ദി ബസ്, ആൻഡ് നൗ ദ DMA controller will be the master of the bus. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രോസസ്സ് നടക്കുക. ഏത്? ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. എവിടെ നിന്ന് അങ്ങോട്ട്? എക്സ്റ്റേണൽ ഡിവൈസിൽ മെമ്മറിയിലേക്കുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ആ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ദ കൺട്രോൾ വിൽ ബി ഗിവൺ ബാക്ക് ടു ദ പ്രോസസ്സർ. സോ ഈ കൺട്രോള് ഡി എം എ കൺട്രോളിലേക്ക് കൊടുത്താൽ എന്തായിരിക്കും ഒരു അഡ്വാൻറ്റേജ്? ആ സമയത്ത് പ്രോസസ്സറിൽ എന്ത് പ്രോഗ്രാമാണോ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കാം. ക്ലിയർ? സി, ഇൻ ദിസ് കേസ് ഞാനത് ഇൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ, എക്സ്റ്റേണൽ ഡിവൈസിന് മെയിൻ മെമ്മറി ആക്സസ് ചെയ്യണം. സോ എക്സ്റ്റേണൽ ഡിവൈസ് വിൽ ബി സെൻഡിങ് എ റിക്വസ്റ്റ് ടു ദ ഡി എം എ കൺട്രോളർ. ഡി എം എ കൺട്രോളർ വിൽ ഇൻഫോം ദിസ് റിക്വസ്റ്റ് ടു ദ മൈക്രോ പ്രോസസർ. അപ്പോൾ മൈക്രോ പ്രോസസർ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് പെർഫോമിങ് എ പ്രോഗ്രാം. ഇറ്റ് വിൽ ഹോൾഡ് ദാറ്റ് പ്രോഗ്രാം ഫോർ ദാറ്റ് പർട്ടിക്കുലർ ടൈം, ആൻഡ് ദറ്റ് ഇറ്റ് വിൽ സ്റ്റോപ്പ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ദി ബസ്. ബസ്സിലോട്ടുള്ള കൺട്രോൾ വിട്ടു. അത് കഴിഞ്ഞിട്ട് ആ കൺട്രോൾ ഡി എം എ കൺട്രോളറിനെ ഏൽപ്പിച്ചു. ആൻഡ് ദെൻ ഇറ്റ് വിൽ റിസീവ് ഇറ്റ്സ് പ്രോഗ്രാം. മൈക്രോ പ്രോസസർ അതിൻ്റെ പ്രോഗ്രാം എന്നിട്ട് റിസീവ് ചെയ്യും. ഈ സമയത്ത് ഡി എം എ കൺട്രോളർ ക്യാൻ ഹോൾഡ് ദ കൺട്രോൾ ഓവർ ദി ബസ് ആൻഡ് ഇറ്റ് വിൽ പെർഫോം ദ മെമ്മറി ആക്സസ്. അല്ലേ? ഈ സമയത്ത് എക്സ്റ്റേണൽ ഡിവൈസിന് മെമ്മറി ആക്സസ് നടത്താം വിത്തൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് സി പി യു ഓർ പ്രോസസർ. ഈ മെമ്മറി ആക്സസ് അല്ലെങ്കിൽ മെമ്മറി റീഡോ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ബസ്സിൻ്റെ കൺട്രോൾ മൈക്രോ പ്രോസസറിലേക്ക് തിരിച്ചു കൊടുക്കും. സോ ഇൻ ഷോർട്ട് ഇതാണ് സംഭവിക്കുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസിൻ്റെ കേസിൽ. സോ ഒരു ഡി എം എ കൺട്രോളറിൻ്റെ ടിപ്പിക്കൽ ബ്ലോക്ക് ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. സോ എക്സ്റ്റേണൽ ഡിവൈസിനെ ആക്സസ് ചെയ്യേണ്ടത് മെമ്മറിയാണ്. സോ മെമ്മറിയുടെ ഏത് ലൊക്കേഷൻ ആക്സസ് ചെയ്യണം എന്നുള്ളത് മെൻഷൻ ചെയ്യണം നമ്മളല്ലേ. നീ പറയാൻ വന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. സപ്പോസ് വി ആർ ഹാവിങ് എ മെമ്മറി ഓഫ് 100 ലൊക്കേഷൻസ്. നമുക്ക് 100 ലൊക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു കോളം കൺസിഡർ ചെയ്യുക, 1, 2, 3 up to 100. ഇതാണ് നമ്മളുടെ മെമ്മറിയുടെ സൈസ് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ, 1 to 100 ലൊക്കേഷൻസ് ഉണ്ട്
അതിൽ ഓരോ ലൊക്കേഷനിലും വി ക്യാൻ സ്റ്റോർ 1 വേർഡ് ഓഫ് ഡാറ്റ. ഒരു വേർഡ് സ്റ്റോർ ചെയ്യാം ഓരോ ലൊക്കേഷനിൽ. 1 to 100 ആണ് നമ്മളുടെ സിംഗിൾ കോളം. 1 to 100 റോസ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് 1 തൊട്ട് 100 വരെ ലൊക്കേഷൻസ് ഉണ്ട്. ആ ഓരോ ലൊക്കേഷനിൽ നമുക്ക് ഓരോ വേർഡ് സ്റ്റോർ ചെയ്യാം. സപ്പോസ് എനിക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസിനെ ആക്സസ് ചെയ്യേണ്ടത് 10 എന്ന് പറയുന്ന ലൊക്കേഷൻ തൊട്ട് 13 എന്ന് പറയുന്ന ലൊക്കേഷൻ വരെയാണ്. ആ ലൊക്കേഷൻ 10 to 13 ലൊക്കേഷൻസിലുള്ള ഡേറ്റ റീഡ് ചെയ്യണം എക്സ്റ്റേണൽ ഡിവൈസിന്. അതാണ് എൻ്റെ എയിം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ എയിം. അപ്പം ഞാനിത് പറയാൻ കാരണം ഈ രജിസ്റ്റേഴ്സൊക്കെ എന്തിനാണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ DMA കൺട്രോളിലുള്ള രജിസ്റ്റേഴ്സാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. രജിസ്റ്റേഴ്സും കൺട്രോൾ ലോജിക്കുമാണ് ഈ വരച്ചിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രം. സോ അതിൽ 10 to 13 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻസിലാണ് എനിക്ക് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. ആ ലൊക്കേഷൻസിലുള്ള വേർഡ്സ് ആണ് എനിക്ക് റീഡ് ചെയ്യുന്നത്. ഓരോ ലൊക്കേഷനിലുള്ള ഡേറ്റയെ നമ്മൾ വേർഡ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ കൗണ്ട് വിൽ സ്പെസിഫൈ ദ നമ്പർ ഓഫ് വേർഡ്സ് വിച്ച് ഈസ് ടു ബി ആക്സസ്ഡ്. ഈ കേസിൽ എനിക്ക് 10 to 13 ലൊക്കേഷൻസിലെ വേർഡ്സ് ആണ് ആക്സസ് ചെയ്യേണ്ടത്. 10, 11, 12, 13 4 വേർഡ്സ് അല്ലേ. സോ ഡേറ്റ കൗണ്ട് വിൽ ബി 4. ഡേറ്റ രജിസ്റ്റർ വിൽ ഹാവ് ദ ഡേറ്റ അല്ല, ആ ലൊക്കേഷൻസിലെ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ത്രൂ ഡേറ്റ ലൈൻസ് ദാറ്റ് വിൽ ബി ആക്സസ്ഡ്. ആ ലൊക്കേഷൻസിലേക്കുള്ള ഡേറ്റ അല്ലെങ്കിൽ ആ ലൊക്കേഷൻസിലേക്ക് വരുന്ന ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഡേറ്റ രജിസ്റ്റർ യൂസ് ചെയ്യുന്നു. ആൻഡ് നൗ വി ഹാവ് ദ അഡ്രസ് രജിസ്റ്റർ. അഡ്രസ് രജിസ്റ്റർ എന്തിനായിരിക്കും? ഇറ്റ് വിൽ സ്പെസിഫൈ ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഫ്രം വെയർ ദ ട്രാൻസ്ഫർ ഹാസ് ടു ബി പെർഫോംഡ്. നമുക്ക് ഈ കേസിൽ 1 to 100 ലൊക്കേഷൻസ് ഉള്ള നമ്മുടെ എക്സാമ്പിളിൽ വി വിൽ ബി സ്റ്റാർട്ടിങ് അവർ ആക്സസിങ് ഫ്രം ലൊക്കേഷൻ 10 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആക്സസ്. 10 തൊട്ട് 13 വരെ ടോട്ടലി 4 വേർഡ്സ് നമുക്ക് ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യണം ആ ലൊക്കേഷൻസിൽ നിന്ന്. സോ അഡ്രസ് രജിസ്റ്ററിൽ നമ്മൾ ഏത് വാല്യൂ ഫീഡ് ചെയ്യും? 10 എന്ന് പറയുന്ന വാല്യൂ ഫീഡ് ചെയ്യും. 10 എന്ന് പറയുന്ന ലൊക്കേഷനിലെ വേർഡ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഉടനെ ഇനി അടുത്ത ഏതാ നമുക്ക് റീഡ് ചെയ്യേണ്ടത്? 11 ആണ്. അപ്പം അഡ്രസ് രജിസ്റ്ററിലെ വാല്യൂ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആഫ്റ്റർ പെർഫോമിങ് എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ഫ്രം ദ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ. The value in the address register will be incremented by 1. And now the value stored in data count. എന്തായിരുന്നു ഡേറ്റ കൗണ്ടിലെ വാല്യൂ? അല്ലെങ്കിൽ വേർഡ് കൗണ്ട് അല്ലെങ്കിൽ ഡേറ്റ കൗണ്ട്. അതിൽ 4 ആയിരുന്നു. എന്തുകൊണ്ടാണ് 4? നമുക്ക് 4 വേർഡ്സ് ആണ് റൈറ്റ് അല്ലെങ്കിൽ റീഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം 10 to 13 എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പം ആ 4 എന്ന് പറയുന്ന വാല്യൂ എന്ത് സംഭവിക്കും? ഓരോ ആക്സസിങ് കഴിയുമ്പോഴും 10 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്ത് കഴിയുമ്പോൾ 4 എന്ന് പറയുന്നത് വിൽ ഹാവ് ടു ഡിക്രിമെൻറ്റ് അല്ലേ. 4 3 ആവണം. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 3 അല്ലേ ഉള്ളൂ. 10 ആക്സസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ബാക്കി 3 വേർഡുകൾ നമുക്ക് ആക്സസ് ചെയ്താൽ മതി. സോ ഇൻ ഷോർട്ട് അഡ്രസ് രജിസ്റ്ററിൻ്റെ വാല്യൂ വി ഗെറ്റ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. 10 എന്ന് പറയുന്നത് 11 ആവണം. അറ്റ് ദ സെയിം ടൈം 4 എന്ന് പറയുന്നത് 3 ആവണം. കാരണം ഒരു വേർഡ് നമ്മൾ റീഡ് ചെയ്തു, ഇനി ബാക്കി 3 നമ്മൾ റീഡ് ചെയ്താൽ മതി. അറ്റ് ദ സെയിം ടൈം 10 നമ്മൾ റീഡ് ചെയ്തു, ഇനി അടുത്ത് റീഡ് ചെയ്യേണ്ടത് 11 ആണ്. സോ ദ വാല്യൂ ഇൻ അഡ്രസ് രജിസ്റ്റർ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് ദ വാല്യൂ ഇൻ ദ ഡേറ്റ കൗണ്ട് ഓർ വേർഡ് കൗണ്ട് രജിസ്റ്റർ വിൽ ബി ഡിക്രിമെൻറ്റഡ് ബൈ 1.